ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച നടപ്പാത കാട് കയറി ഉപയോഗശൂന്യമായി. പഴയങ്ങാടി മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ കേരള റോഡ് സുരക്ഷാ അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച നടപ്പാതയാണ് അധികൃതരുടെ അനാസ്ഥയുടെ നേർക്കാഴ്ചയായി മാറിയിരിക്കുന്നത്. 10,54,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നടപ്പാതയും കൈവരിയും ഒരു കാലത്ത് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിത സഞ്ചാരം ഉറപ്പാക്കിയിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി നേരെ വിപരീതമാണ്. കാടും പുല്ലും നിറഞ്ഞ നടപ്പാത പൂർണ്ണമായും മൂടിയിരിക്കുകയാണ്. സ്കൂൾ പരിസരത്തെ ആൽമരത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങി നടപ്പാത കൈയടക്കിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ജീവൻ പണയം വെച്ച് റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണ്. കാട് മൂടിയ പ്രദേശമായതിനാൽ പാമ്പുകളുടെയും മറ്റ് ഇഴജന്തുക്കളുടെയും ശല്യവും രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ദിവസേന ഉപയോഗിക്കേണ്ട നടപ്പാത അധികൃതരുടെ അവഗണന മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അത് നമ്മുടെ മാടായി ഹൈസ്കൂൾ ഉണ്ടല്ലോ, മാടായി ഹൈസ്കൂളിന് തൊട്ടടുത്ത പ്രദേശം കുട്ടികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത് തൊട്ടടുത്ത പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ നടക്കാൻ വേണ്ടി നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 10 ലക്ഷം ചെലവാക്കിയിട്ട് പൊതുമരാമത്തിന്റെ കീഴിലാണ് ആക്കിയിട്ടുണ്ടായത്. നല്ലൊരു കല്ലൊക്കെ വെച്ച് ഇണ്ടളൊക്കെ വെച്ച് ആ രീതിയിലേക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മളത് കാണുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പോലും അതേപോലെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. കാരണം കാട് മൂടിക്കിടന്ന് അതിൽ പാമ്പും പഴുതാരകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അധികാരത്തിൽ തരുന്ന ആരായാലും എത്രയും പെട്ടെന്ന് തന്നെ, കാരണം വിദ്യാർത്ഥികളാണ്, പാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂളുകളിലേക്ക് കയറി ചെന്നാൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം. കാരണം മഴക്കാലമാണ്. അതേസമയം പൊതുമുതൽ സംരക്ഷിക്കുന്നതിൽ പ്രാദേശിക തലത്തിലും ആവശ്യമായ ജാഗ്രത ഉണ്ടായിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അടിയന്തരമായ കാടും വേരുകളും നീക്കം ചെയ്ത് നടപ്പാത ഗതാഗതയോഗ്യമാക്കണമെന്നും വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.